ഹായ്, എല്ലാവർക്കും SCIT സമഗ്രയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ബേസിക് ജോഗ്രഫി നമ്മൾ വായിക്കുന്നത്. അതിൽ കേരളത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ച്. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം എന്താ അറിയോ? അത് കടലിന്റെ സാമീപ്യമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം. അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഉഷ്ണമേഖലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര അറിയോ? അത് 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ ആണ്. തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴയാണെങ്കിലോ 95.9 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ ആണെങ്കിൽ തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴ 95.9 സെന്റിമീറ്റർ ആണ്. മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കേരളത്തിൽ എത്തിയ വർഷം AD 45 കേട്ടോ. AD 45 ഹിപ്പാലസ് കേരളത്തിൽ എത്തിയ വർഷം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏത് മാസം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസം കേട്ടോ. ജൂലൈ മാസമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണെങ്കിൽ അത് ജനുവരി മാസമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. കുറവാണെങ്കിൽ ജനുവരിയിലാണ്. മൺസൂണിന് മുൻപേയുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് മാംഗോ ഷവർ. മൺസൂണിന് മുൻപേയുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. ചിന്നാർ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിൽ എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിൽ എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത് ജില്ലയാണ്? അത് കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാ? കോഴിക്കോട് ജില്ലയാണ്. കുറവിൽ മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലമാണ്. കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. ചിന്നാറാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? അത് ലക്കിടിയാണ്. ലക്കിടി ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത്. കേരളത്തില് 4 ഇനം കാലാവസ്ഥകളാണ് പ്രധാനമായിട്ടും അനുഭവപ്പെടുന്നത്. ഏതൊക്കെ കാലാവസ്ഥയാണ്? ശൈത്യകാലം, വേനൽക്കാലം, തെക്ക് പടിഞ്ഞാറ് മൺസൂണ്, വടക്ക് പടിഞ്ഞാറ് മൺസൂണ്. മനസ്സിലായോ? കേരളത്തിൽ പ്രധാനമായിട്ടും 4 ഇനം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലം ഏത് മാസമാണ്? ഡിസംബർ ടു ഫെബ്രുവരിയാണ് ശൈത്യകാലം. വേനൽക്കാലമാണെങ്കിൽ മാർച്ച് ടു മെയ് ആണ് വേനൽക്കാലം. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെങ്കിൽ ജൂൺ ടു സെപ്റ്റംബർ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ്. വടക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെങ്കിൽ ഒക്ടോബർ ടു നവംബർ. ഓക്കെ ആണോ? വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒക്ടോബർ ടു നവംബർ. ഓക്കെ, ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് വിന്റർ സീസൺ അല്ലെങ്കിൽ ശൈത്യകാലത്തെ കുറിച്ച് പറയാം. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടു കൂടിയാണ് കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നത്. നവംബർ അവസാനം മുതൽ ഫെബ്രുവരി പകുതി വരെയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. നവംബർ അവസാനം മുതൽ ഫെബ്രുവരി പകുതി വരെയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഇതാണ് ശൈത്യകാലം. ശൈത്യകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നവംബർ അവസാനം മുതൽ ഫെബ്രുവരി പകുതി വരെയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടു കൂടിയാണ് കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കുന്നത്. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വേനൽക്കാലം അല്ലെങ്കിൽ സമ്മർ സീസൺ. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് ഏത് മാസമാണ്? മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് വേനൽക്കാലം. ഇടിയോട് കൂടിയ ഇടവിട്ടുള്ള മഴയാണ് ഈ സമയത്ത് പ്രത്യേകതയായിട്ടുള്ളത്. എന്താണ്? ഇടിയോട് കൂടിയ ഇടവിട്ടുള്ള മഴയാണ്. മൺസൂണിന് മുൻപുള്ള ഈ മഴയാണ് മാംഗോ ഷവർ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവാണ് വേനൽക്കാലത്താണ്. വേനൽക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ കേട്ടോ. എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ് വേനൽക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരും കൊല്ലം ജില്ലയിലെ
പുനലൂരുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരും കൊല്ലം ജില്ലയിലെ പുനലൂരുമാണ്. പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചൂടുകാറ്റിന്റെ ഫലമായിട്ട് വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചൂട് വളരെയധികം ഉയരാറുണ്ട്. പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചൂടുകാറ്റിന്റെ ഫലമായിട്ടാണ് വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിലെ ചൂട് വളരെയധികം ഉയരാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ആണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. ഇത്രയും ഓക്കെ അല്ലേ? ശൈത്യകാലം, വേനൽക്കാലം. ശൈത്യകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ അവസാനം മുതൽ ഫെബ്രുവരി പകുതി വരെയാണ്. വേനൽക്കാലം ആണെങ്കിൽ മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണിത്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു കേട്ടോ. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം അറിയപ്പെടുന്നത് ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കാലയളവിൽ ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് 200 സെന്റിമീറ്റർ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹിപ്പാലസ് കാറ്റ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഹിപ്പാലസ് കാറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, നെക്സ്റ്റ് ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് അറിയപ്പെടുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. തുലാവർഷത്തിലെ കാലയളവ് ഒക്ടോബർ മാസം മുതൽ നവംബർ വരെയാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തുലാവർഷത്തിന്റെ കാലയളവ്. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. ഈ കാലയളവിൽ ലഭിക്കുന്ന ശരാശരി മഴ എന്നുള്ളത് 50 സെന്റിമീറ്റർ ആണ്. ഈ കാലയളവിൽ ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നുണ്ട്. ഒക്ടോബർ ചൂട് എന്നും അറിയപ്പെടുന്നു. ഈ കാലയളവിൽ ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നു. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. 50 സെന്റിമീറ്റർ ആണ് ഇതിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ശരാശരി മഴയാണെങ്കിൽ 200 സെന്റിമീറ്റർ. വടക്ക് കിഴക്ക് മൺസൂണിന്റെ ആണെങ്കിൽ 50 സെന്റിമീറ്റർ. ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്ക് മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹിപ്പാലസ് കാറ്റ് കേട്ടോ. ഹിപ്പാലസ് കാറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴയാണെങ്കിൽ 95.9 സെന്റിമീറ്റർ ആണ്. മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയതാരാണ്? അത് ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് കേരളത്തിൽ എത്തിയ വർഷം ഏതാ? AD 45 എത്തിയത്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണെങ്കിൽ അത് ജനുവരി മാസമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. മൺസൂണിന് മുൻപുള്ള വേനൽമഴ അറിയപ്പെടുന്ന പേരെന്താണ്? മാംഗോ ഷവർ എന്നാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? ഇടുക്കി ജില്ലയിലെ ചിന്നാറും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന പ്ലേസ് ഏതാണ്? വയനാട് ജില്ലയിലെ ലക്കിടി കേട്ടോ. ലക്കിടിയാണ് കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത്. ലക്കിടിയാണ്. കേരളത്തിന്റെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത്. ഓക്കെ, കേരളത്തിലെ എത്ര ഇനം കാലാവസ്ഥകളാണ് പ്രധാനമായിട്ട് അനുഭവപ്പെടുന്നത്? 4 ഇനം കാലാവസ്ഥകൾ. ശൈത്യകാലം, വേനൽക്കാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. താങ്ക് യു.